എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി? കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി കബനി. കബനി നദിയാണ് കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് പുറത്ത് കാണുന്ന പ്രതിമ ആരുടേതാണ്? തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് പുറത്ത് കാണുന്ന പ്രതിമ ആരുടേതാണ്? ടി മാധവറാവു. ടി മാധവറാവുവിൻ്റെ പ്രതിമയാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് പുറത്ത് കാണുന്ന പ്രതിമ. കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന ഇനം മണ്ണ്? കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന ഇനം മണ്ണ് ലാറ്ററൈറ്റ്. ലാറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന ഇനം മണ്ണ്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ല? കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂർ. തൃശ്ശൂരിലെ ചെറുതുരുത്തിയിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. ഐറിസിൻ്റെ കറുപ്പ് നിറത്തിന് കാരണം? ഐറിസിൻ്റെ കറുപ്പ് നിറത്തിന് കാരണം മെലാനിൻ. മെലാനിൻ്റെ സാന്നിധ്യമാണ് ഐറിസിൻ്റെ കറുപ്പ് നിറത്തിന് കാരണം. ഏറ്റവും കൂടുതൽ താപം ആഗിരണം ചെയ്യുന്ന നിറം? ഏറ്റവും കൂടുതൽ താപം ആഗിരണം ചെയ്യുന്ന നിറം കറുപ്പ്. കറുപ്പ് നിറമാണ് ഏറ്റവും കൂടുതൽ താപം ആഗിരണം ചെയ്യുന്ന നിറം. ചുവപ്പ്, പർപ്പിൾ എന്നീ നിറങ്ങൾ നൽകുന്ന വർണ്ണകം? ചുവപ്പ്, പർപ്പിൾ എന്നീ നിറങ്ങൾ നൽകുന്ന വർണ്ണകം ആന്തോസയാനിൻ. ചുവപ്പ്, പർപ്പിൾ എന്നീ നിറങ്ങൾ നൽകുന്ന വർണ്ണകമാണ് ആന്തോസയാനിൻ. ബ്ലാക്ക് വിഡോ എന്നറിയപ്പെടുന്ന ജീവി? ബ്ലാക്ക് വിഡോ എന്നറിയപ്പെടുന്ന ജീവി ചിലന്തി. ചിലന്തിയാണ് ബ്ലാക്ക് വിഡോ എന്നറിയപ്പെടുന്ന ജീവി. പച്ച നിറത്തിലുള്ള പ്രകാശം ഉണ്ടാകുന്ന ഡിസ്ചാർജ് ലാമ്പിനുള്ളിൽ നിറച്ചിരിക്കുന്ന വാതകം? പച്ച നിറത്തിലുള്ള പ്രകാശമുണ്ടാകുന്ന ഡിസ്ചാർജ് ലാമ്പിനുള്ളിൽ നിറച്ചിരിക്കുന്ന വാതകം ക്ലോറിൻ. ക്ലോറിൻ വാതകമാണ് പച്ച നിറത്തിലുള്ള പ്രകാശമുണ്ടാകുന്ന ഡിസ്ചാർജ് ലാമ്പിനുള്ളിൽ നിറച്ചിരിക്കുന്ന വാതകം. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം? കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ. കരിമീനാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം. ഏതിൻ്റെ അയിരാണ് ഗലീന? ഏതിൻ്റെ അയിരാണ് ഗലീന? കറുത്തീയം. കറുത്തീയത്തിൻ്റെ അയിരാണ് ഗലീന. വെർട്ടിസോൾ എന്നറിയപ്പെടുന്ന മണ്ണിനം ഏത്? വെർട്ടിസോൾ എന്നറിയപ്പെടുന്ന മണ്ണിനം ഏത്? കറുത്ത മണ്ണ്. കറുത്ത മണ്ണാണ് വെർട്ടിസോൾ എന്നറിയപ്പെടുന്ന മണ്ണിനം. കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം ഏത്? കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം ഏത്? ആന. ആനയാണ് കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം. സൂര്യപ്രകാശം 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം? സൂര്യപ്രകാശം 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം പ്രകീർണനം. പ്രകീർണനമാണ് സൂര്യപ്രകാശം 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം. വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ്? വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് കാർബൺ 14. കാർബൺ 14 ആണ് വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ്. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി? കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി കുറ്റ്യാടിപ്പുഴ. കുറ്റ്യാടിപ്പുഴയാണ് കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്? ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇ ആണ് ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിൽ വിറ്റാമിൻ ഡി നിർമ്മിക്കുന്നത് ഏത് ഭാഗത്താണ്? മനുഷ്യ ശരീരത്തിൽ വിറ്റാമിൻ ഡി നിർമ്മിക്കുന്നത് ഏത് ഭാഗത്താണ്? ത്വക്ക്. മനുഷ്യ ശരീരത്തിൽ വിറ്റാമിൻ ഡി നിർമ്മിക്കുന്നത് ത്വക്കിലാണ്. ഏത് ഗ്രഹത്തിലാണ് ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട് കാണപ്പെടുന്നത്? ഏത് ഗ്രഹത്തിലാണ് ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട് കാണപ്പെടുന്നത്? നെപ്റ്റ്യൂൺ. നെപ്റ്റ്യൂണിലാണ് ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട് കാണപ്പെടുന്നത്. ഒളിമ്പിക് വളയങ്ങളിൽ ഏഷ്യയെ പ്രതിനിധാനം ചെയ്യുന്ന വളയത്തിൻ്റെ നിറം? ഒളിമ്പിക് വളയങ്ങളിൽ ഏഷ്യയെ പ്രതിനിധാനം ചെയ്യുന്ന വളയത്തിൻ്റെ നിറം മഞ്ഞ. ഒളിമ്പിക് വളയങ്ങളിൽ ഏഷ്യയെ പ്രതിനിധാനം ചെയ്യുന്ന വളയത്തിൻ്റെ നിറം മഞ്ഞയാണ്. ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം? ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം കൊണാർക്കിലെ സൂര്യക്ഷേത്രം. കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ് ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം. പ്രകൃതിയിൽ ഏറ്റവും കൂടുതലുള്ള കാർബണിക സംയുക്തം? പ്രകൃതിയിൽ ഏറ്റവും കൂടുതലുള്ള കാർബണിക സംയുക്തം സെല്ലുലോസ്. സെല്ലുലോസ് ആണ് പ്രകൃതിയിൽ ഏറ്റവും കൂടുതലുള്ള കാർബണിക സംയുക്തം. ലാവാ പ്രവാഹത്തിൻ്റെ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണിനമേത്? ലാവാ പ്രവാഹത്തിൻ്റെ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണിനം ഏതാണ്? കറുത്ത മണ്ണ്. കറുത്ത മണ്ണാണ് ലാവാ പ്രവാഹത്തിൻ്റെ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണിനം.
പെട്രോളിയത്തിൻ്റെ അസംസ്കൃത രൂപം അറിയപ്പെടുന്ന പേര്. പെട്രോളിയത്തിൻ്റെ അസംസ്കൃത രൂപം അറിയപ്പെടുന്ന പേര് ക്രൂഡ് ഓയിൽ. ക്രൂഡ് ഓയിലാണ് പെട്രോളിയത്തിൻ്റെ അസംസ്കൃത രൂപം അറിയപ്പെടുന്ന പേര്. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങൾ. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങൾ റോഡ് കോശങ്ങൾ. റോഡ് കോശങ്ങളാണ് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങൾ. ബ്ലാക്ക് ഫുട്ട് ഡിസീസ് ഉണ്ടാകുന്നത് എന്ത് കാരണമാണ്? ബ്ലാക്ക് ഫുട്ട് ഡിസീസ് ഉണ്ടാകുന്നത് എന്ത് കാരണമാണ്? ആഴ്സനിക്. ആഴ്സനിക് മൂലമുള്ള സമ്പർക്കം മൂലമാണ് ബ്ലാക്ക് ഫുട്ട് ഡിസീസ് ഉണ്ടാകുന്നത്. ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഊർജ്ജ സ്രോതസ്സാണ്. ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഊർജ്ജ സ്രോതസ്സ് ആണവ നിലയം. ആണവ നിലയങ്ങളെ ഊർജ്ജ സ്രോതസ്സ് ബ്രൗൺ എനർജി എന്നാണ് അറിയപ്പെടുന്നത്. മാതങ്കി എന്ന താഴ്ന്ന സമുദായക്കാരിയായ യുവതി കഥാപാത്രമായ കുമാരനാശാന്റെ രചന. മാതങ്കി എന്ന താഴ്ന്ന സമുദായക്കാരിയായ യുവതി കഥാപാത്രമായ കുമാരനാശാന്റെ രചന ചണ്ഡാല ഭിക്ഷുകി. ചണ്ഡാല ഭിക്ഷുകിയാണ് മാതങ്കി എന്ന താഴ്ന്ന സമുദായക്കാരിയായ യുവതി കഥാപാത്രമായ കുമാരനാശാന്റെ രചന. മനുഷ്യശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങൾ. മനുഷ്യശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങൾ അരുണ രക്താണുക്കൾ. അരുണ രക്താണുക്കളാണ് മനുഷ്യശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങൾ. ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത്. ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലീഹ, സ്പ്ലീൻ. പ്ലീഹയാണ് ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത്. ശ്വേതരക്താണുക്കളുടെ ഉൽപ്പാദനം അമിതമായി കൂടുന്ന അവസ്ഥ. ശ്വേതരക്താണുക്കളുടെ ഉൽപ്പാദനം അമിതമായി കൂടുന്ന അവസ്ഥ ലുക്കീമിയ, രക്താർബുദം. ശ്വേതരക്താണുക്കളുടെ ഉൽപ്പാദനം അമിതമായി കൂടുന്ന അവസ്ഥയാണ് ലുക്കീമിയ. ദൃശ്യപ്രകാശം പ്രസരിപ്പിക്കാനാകാത്ത വിധം തണുത്തുപോയ വെളുത്ത കുള്ളൻ നക്ഷത്രം അറിയപ്പെടുന്ന പേര്. ദൃശ്യപ്രകാശം പ്രസരിപ്പിക്കാനാകാത്ത വിധം തണുത്തുപോയ വെളുത്ത കുള്ളൻ നക്ഷത്രം അറിയപ്പെടുന്ന പേര് കറുത്ത കുള്ളൻ നക്ഷത്രം. കറുത്ത കുള്ളൻ നക്ഷത്രം എന്നാണ് ദൃശ്യപ്രകാശം പ്രസരിപ്പിക്കാനാകാത്ത വിധം തണുത്തുപോയ വെളുത്ത കുള്ളൻ നക്ഷത്രം അറിയപ്പെടുന്ന പേര്. മഞ്ഞപ്പനിക്ക് യെല്ലോ ഫീവറിന് കാരണമായ വൈറസ്. മഞ്ഞപ്പനിക്ക് കാരണമായ വൈറസ് ആർബോ വൈറസ്. ആർബോ വൈറസാണ് മഞ്ഞപ്പനിക്ക് കാരണമാകുന്ന വൈറസ്. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചതാര്? മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചതാരാണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത്. വിഷ്വൽ പർപ്പിൾ എന്നും അറിയപ്പെടുന്ന വർണ്ണവസ്തു. വിഷ്വൽ പർപ്പിൾ എന്നും അറിയപ്പെടുന്ന വർണ്ണവസ്തു റോഡോപ്സിൻ. റോഡോപ്സിനാണ് വിഷ്വൽ പർപ്പിൾ എന്നും അറിയപ്പെടുന്ന വർണ്ണവസ്തു. നാംചിക് നാംഫുക് കൽക്കരി ഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. നാംചിക് നാംഫുക് കൽക്കരി ഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിലാണ് നാംചിക് നാംഫുക് കൽക്കരി ഖനി സ്ഥിതി ചെയ്യുന്നത്. രാത്രിയിൽ ഇലകൾ പുറത്തുവിടുന്ന വാതകമേത്? രാത്രിയിൽ ഇലകൾ പുറത്തുവിടുന്ന വാതകമേതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡാണ് രാത്രിയിൽ ഇലകൾ പുറത്തുവിടുന്ന വാതകം. 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൈമറി തലത്തിലെ വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിനും സ്കൂളുകളിലെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വിഭാവനം ചെയ്ത പദ്ധതി. 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിനും സ്കൂളുകളിലെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വിഭാവനം ചെയ്ത പദ്ധതി ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതിയാണ് 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിനും സ്കൂളുകളിലെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വിഭാവനം ചെയ്ത പദ്ധതി. പുന്നത്തൂർ കോട്ട ഏത് മൃഗത്തിൻ്റെ സംരക്ഷണത്തിനാണ് പ്രസിദ്ധം? പുന്നത്തൂർ കോട്ട ഏത് മൃഗത്തിൻ്റെ സംരക്ഷണത്തിനാണ് പ്രസിദ്ധം? ആന. പുന്നത്തൂർ കോട്ട ആനയുടെ സംരക്ഷണത്തിനാണ് പ്രസിദ്ധം. ഒരു അടിമയായിരിക്കാൻ എനിക്കിഷ്ടമില്ലാത്തതുപോലെ തന്നെ ഒരു യജമാനായിരിക്കാനും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞതാര്? ഒരു അടിമയായിരിക്കാൻ എനിക്കിഷ്ടമില്ലാത്തതുപോലെ തന്നെ ഒരു യജമാനായിരിക്കാനും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞതാരാണ്? എബ്രഹാം ലിങ്കൺ. എബ്രഹാം ലിങ്കൻ്റെ വാക്കുകളാണ് ഒരു അടിമയായിരിക്കാൻ എനിക്കിഷ്ടമല്ലാത്തതുപോലെ തന്നെ ഒരു യജമാനായിരിക്കാനും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നത്. ജാതിനാശനം നവയുഗധർമ്മം എന്ന ആപ്തവാക്യവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. ജാതിനാശനം നവയുഗധർമ്മം എന്ന ആപ്തവാക്യവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് സ്വാമി ആനന്ദതീർത്ഥൻ. ജാതിനാശനം നവയുഗധർമ്മം എന്ന ആപ്തവാക്യവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് സ്വാമി ആനന്ദതീർത്ഥൻ. ജാതിനാശിനി സഭയുടെ ആദ്യ പ്രസിഡന്റ്.
ജാതിനാശിനി സഭയുടെ ആദ്യ പ്രസിഡന്റ് കെ കേളപ്പൻ. കെ കേളപ്പനാണ് ജാതിനാശിനി സഭയുടെ ആദ്യ പ്രസിഡന്റ്. ഞാനൊരു പുതിയ ലോകം കണ്ടു എന്ന പുസ്തകം രചിച്ചത്. ഞാനൊരു പുതിയ ലോകം കണ്ടു എന്ന പുസ്തകം രചിച്ചത് എ കെ ഗോപാലൻ. എ കെ ഗോപാലനാണ് ഞാനൊരു പുതിയ ലോകം കണ്ടു എന്ന പുസ്തകം രചിച്ചത്. പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ ബഹുമതി നൽകിയത്. പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ ബഹുമതി നൽകിയത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ് പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ ബഹുമതി നൽകിയത്. കേരള ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകൻ. കേരള ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകൻ പൊയ്കയിൽ അപ്പച്ചൻ. പൊയ്കയിൽ അപ്പച്ചനാണ് കേരള ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകൻ. 1924 ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് എവിടെയാണ്? 1924 ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് എവിടെയാണ്? ആലുവ. 1924 ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് ആലുവയിലായിരുന്നു. കറുത്ത വജ്രം എന്നറിയപ്പെടുന്ന ഇന്ധനം. കറുത്ത വജ്രം എന്നറിയപ്പെടുന്ന ഇന്ധനം കൽക്കരി. കൽക്കരിയാണ് കറുത്ത വജ്രം എന്നറിയപ്പെടുന്ന ഇന്ധനം. ഭക്ഷണപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. ഭക്ഷണപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ടാർട്രസിൻ. ടാർട്രസിനാണ് ഭക്ഷണപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. ഭക്ഷണപദാർത്ഥങ്ങൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. ഭക്ഷണപദാർത്ഥങ്ങൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു എറിത്രോസിൻ. എറിത്രോസിനാണ് ഭക്ഷണപദാർത്ഥങ്ങൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. ഭക്ഷണപദാർത്ഥങ്ങൾക്ക് നീല നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. ഭക്ഷണപദാർത്ഥങ്ങൾക്ക് നീല നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഇൻഡിഗോ കാർമൈൻ. ഇൻഡിഗോ കാർമൈനാണ് ഭക്ഷണപദാർത്ഥങ്ങൾക്ക് നീല നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.